പ്രിയമുള്ളവരെ നമസ്കാരം. ഇതാണ് ഡോൺ വറി ന്യൂസ് മുമ്പ് പറഞ്ഞ കാര്യം, പപ്പട ചലഞ്ച്. ഇതാണ് ഡോൺ വറി ന്യൂസ് പപ്പട ചലഞ്ചുമായിട്ട് മുഖ്യമന്ത്രിയുടെ, അതായത് വയനാടുണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ഒട്ടേറെ ജനങ്ങൾ ഉണ്ട്, അവരെ ഒന്ന് സഹായിക്കണം എന്ന ദൗത്യവുമായിട്ട് ഡോൺ വറി ന്യൂസ് മുന്നിട്ടിറങ്ങിയപ്പോൾ സഹായിക്കാൻ ഒരുപാട് പേര് രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നവരുടെ കൂട്ടത്തിലുള്ളതാണ് ശ്രീ അൻഷാദ് മറ്റപ്പള്ളി. അദ്ദേഹം നൂറാമാവിൽ, ആനിക്കാട് പഞ്ചായത്തിൻ്റെ പ്രദേശമായ നൂറാമാവിൽ ബി ഹെൽപ്പ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. എന്നാൽ ഒരുപാട് സവിശേഷതകൾ ഏറെയുള്ള അദ്ദേഹത്തിന് ഈ ഡോൺ വറി ന്യൂസിനെ, ഈ വാർത്ത കാണുകയും ഡോൺ വറി ന്യൂസിനെ ഒരുപാട് സഹായിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഈ പപ്പടം ഇന്നത്തെ എൻ്റെ പപ്പടം മുഴുവൻ എടുത്ത് ഇദ്ദേഹം ഡോൺ വറി ന്യൂസിനെ സഹായിക്കുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പങ്കാളിയാകുകയും ചെയ്ത ഈ അൻഷാദ് മറ്റപ്പള്ളിയെ ഡോൺ വറി ന്യൂസിന് അഭിനന്ദിക്കാതിരിക്കുവാൻ കഴിയില്ല. ഇനിയുള്ള ഇതുപോലുള്ള ഉദ്യമങ്ങൾ ഇനിയും അദ്ദേഹം ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ, അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ ഡോൺ വറി ന്യൂസിന് പറയാനുള്ളൂ. ഡോൺ വറി ന്യൂസും ഇതിൽ ഭാഗവാക്കാകുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ അൻഷാദ് മറ്റപ്പള്ളി. അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചെടുക്കാം. അദ്ദേഹം ഈ ആനിക്കാട് മണ്ഡല മേഖലകളിലൊക്കെയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്തു വരുന്ന ഒരാളാണ്. എൻ്റെ സഹപാഠിയും കൂടെയാണ് അദ്ദേഹം. അദ്ദേഹം ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളും സൽപ്രവൃത്തികളും ഒക്കെ മുമ്പും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം തുടർന്നു പോയിരുന്നു എന്ന് ഡോൺ വറി ന്യൂസിന് അറിയാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ ഒരു വാർത്ത കണ്ടിട്ട് ഡോൺ വറി ന്യൂസിനെ സമീപിക്കാനുള്ള കാര്യം എന്തെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അൻഷാദ് മറ്റപ്പള്ളി. നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്, 2 ആഴ്ച മുമ്പ് കേരളത്തെ ആകെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. ഒരുപാട് പേരെ മരിക്കുകയും ഒരുപാട് പേരെ കാണാതാവുകയും ചെയ്ത ഒരു വലിയ ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ അവരെ ഒന്നാകെ സംരക്ഷിക്കുന്നതിനുള്ള വലിയൊരു ഉദ്യമത്തിലാണ് നമ്മൾ ഓരോരുത്തരും, കേരള സർക്കാരും പൊതുജനങ്ങളും എല്ലാ ആളുകളും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഡോൺ വറി ചാനലിനുടമയായ ശ്രീ മനീഷ് ആനിക്കാട്, അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ പ്രാദേശികമായ വിഷയങ്ങളിൽ ഏർപ്പെടുകയും പ്രാദേശികമായ വിഷയങ്ങളിൽ തീർപ്പുണ്ടാക്കുകയും ചെയ്യുന്ന വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നാൽ കഴിയാവുന്ന വിധം മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും സജ്ജരായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു പപ്പട ചലഞ്ചിലൂടെ നമ്മുടെ നാട്ടുപ്രദേശത്ത് എത്തുകയും അതിൽ നിന്ന് സ്വരൂപിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക എന്ന ഒരു വലിയ ഉദ്യമത്തിൻ്റെ പുറകെയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിനെ ഞാൻ ഇന്ന് കാണാനിടവരികയും അദ്ദേഹം എൻ്റെ പപ്പട ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന വഴി അദ്ദേഹത്തെ കാണാനിടവരികയും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പപ്പടം മുഴുവൻ നമുക്ക് ഒരു സഹായം എന്ന നിലയിൽ വാങ്ങുകയും ചെയ്തു. അപ്പോൾ ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട മനീഷിന് ഈ ഉദ്യമത്തിൽ എല്ലാ നല്ലവരായ ആളുകളും പങ്കാളിയാകുകയും അദ്ദേഹത്തിൻ്റെ ഡോൺ വറി ചാനലിലൂടെ ഈ സംരംഭം വിജയിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അഭ്യർത്ഥന. എല്ലാവരും ഈ ഉദ്യമത്തിൽ പങ്കാളിയാകണമെന്ന് വിനീതമായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. മറ്റൊരു വാർത്തയും മറ്റൊരു വിശേഷവുമായി ഡോൺ വറി ന്യൂസ് നാളെ കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്.